ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതാ കുറേ ഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ മീഷോന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലോട്ട് ഒന്ന് മാറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നമുക്ക് ചേഞ്ച് ഒക്കെ വേണ്ടേ. ഫ്ലിപ്കാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഷോൻ്റെ അത്രയും ചീപ്പ് റേറ്റും അല്ല, ആമസോണിൻ്റെ അത്ര ഹൈ റേറ്റും അല്ല, രണ്ടിൻ്റെ ഒരു നടുവിലാണ്. പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി സാധനം കിട്ടും. അതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പോൾ ഞാൻ കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങാറുള്ളത്. മീഷോ കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട്. ആമസോൺ ഞാൻ വളരെ റെയർ ആയിട്ട്, അത് ഞാൻ ഹുഡീസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അത് മാത്രമാണ് ആമസോണിന്. അത് ഞാൻ ഹോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല, അത് ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ നോക്കാം. എന്തായാലും ഇപ്രാവശ്യം ഞാൻ എടുത്തത് എപ്പോഴും ഉള്ള പോലെ സൽവാർ പാർട്ടി വെയർ അങ്ങനത്തെ ഒന്നുമല്ല, കുറച്ച് ഡ്രസ്സാണ്. ഈ ഗൗണും പിന്നെ ഒരു മുട്ടിന് താഴെ ഇറക്കുള്ള അങ്ങനത്തെ ഒരു കുറച്ച് ഫാഷൻ ആക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെയാണ് കൂടുതൽ ഇടാറുള്ളത്, മറ്റേ പാർട്ടി വെയറിനേക്കാളും. ഇപ്രാവശ്യം നമുക്ക് ഇടുന്ന തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ആദ്യം വന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചതല്ല. എപ്പോഴും പോലെ ഒരു ബ്ലാക്ക് എങ്കിലും ഇല്ലാതെ ഒരു ഡ്രസ്സ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇതിന്റെ അര കണ്ടോ ഈശ്വര, ഇതൊക്കെ ഞാൻ എന്താ അവസ്ഥ എന്നറിയില്ല. ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും, ചിലപ്പോൾ ഇത്രയും ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ശ്വാസം മുടിച്ചാവാൻ സാധ്യതയുണ്ട്. സോ നല്ല ഇറക്കമുണ്ട്. ഞാൻ ഇപ്രാവശ്യം എല്ലാം മീഡിയം ആണ് എടുത്തത്, അല്ലെങ്കിൽ ഞാൻ ലാർജ് എടുക്കാറുള്ളത്. കാരണം എനിക്ക് ഇനി ഓൾട്ടർ ചെയ്യാനൊന്നും വയ്യ. ഞാൻ എന്താണ് എൻ്റെ കറക്റ്റ് സൈസ് അത് വെച്ചിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൈസിനേക്കാൾ കൂടുതലുള്ളതാണ് എല്ലാം എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട, ഞാൻ എന്തായാലും ഓൾട്ടർ ചെയ്യുന്നില്ല, അൺബോക്സ് ചെയ്യുന്നു, ഇടുന്നു, ഉടനെ തന്നെ ഇടുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് എൻ്റെ കറക്റ്റ് സൈസ് മീഡിയം ആണ്. അത് ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ കൂടുതൽ ചെറുതായിരിക്കും. എന്തായാലും നോക്കാം, അതൊക്കെ നമുക്ക് ഇട്ട് തന്നെ കാണാം. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ നമുക്കാദ്യം ബ്ലാക്ക് ഇട്ടിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വില 259 രൂപയാണ്. പക്ഷേ ഞാൻ വാങ്ങുമ്പോൾ അതിനേക്കാൾ വില കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സമയത്ത് ഇത് കൂടി കുറഞ്ഞിരിക്കും. ഇതാണ് മാക്സിമം പ്രൈസ് എന്ന് തോന്നുന്നു. ഇനി കുറയാൻ സാധ്യതയില്ല, കൂടാൻ സാധ്യതയില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അരയിലുള്ള എലാസ്റ്റിക് എനിക്ക് ബുദ്ധിമുട്ടാവും, ഞാൻ വെറുതെ പേടിച്ചു. ഒരു കുഴപ്പമില്ല, സൂപ്പർ കംഫർട്ടബിളാണ്. റയോൺ മെറ്റീരിയലാണ്, നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് തുണിയുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ല. ലെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഇത് വെച്ചിരിക്കുന്നത്, അല്ലാതെ എൻ്റെ അത് ലെങ്ത്ത് കെട്ടില്ല. അതുപോലെ തന്നെ സ്ലീവ് നല്ല ഫ്ലഫിയാണ്. പിന്നെ ഒരു എലാസ്റ്റിക് രണ്ട് സൈഡിലും ഉണ്ട്, പിന്നെ അരയിലും ഉണ്ട്. ഇത്രയാണ് എലാസ്റ്റിക്. വി നെക്കാണ്. മുകളിലും ഒരു ചെറിയൊരു പഫ് ഇങ്ങനെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ നല്ലൊരു വർക്ക്, ഒരു 250 രൂപയ്ക്ക് നല്ല രീതിയിൽ ആ ഒരു അട്രാക്ഷനും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ക്ലോത്താണ്, ഇടാൻ നല്ല സുഖമുണ്ട്, എല്ലാം കൊണ്ടും കംഫർട്ടബിളാണ്. ബാക്കിലൊക്കെ നിൽക്കും, നമുക്ക് എക്സ്ട്രാ ഷേപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ തന്നെ ഇട്ടിട്ട് പോവാം. ഒരു കാഷ്വൽ വെയർ ആയിട്ടും വേണമെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ടും എല്ലാ രീതിയിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ചെയ്തിരുന്ന അത്രയും അട്രാക്ഷൻ കൂടെയായിരുന്നു കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് വൺ ഒരു പുലിക്കുട്ടിയാണ്. ഇതുപോലെ എനിക്ക് ഈ ആനിമൽ പ്രിൻ്റ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ജാക്കറ്റ് എൻ്റെ അടുത്തുണ്ട്, ഇങ്ങനത്തെ കുറേ ടോപ്പൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലുത് ഞാൻ പോയി എടുത്തിരിക്കുന്നത്. അതായത് പുള്ളിപ്പുലിയാണ് ഇപ്പോഴും എൻ്റെ വീക്ക്നെസ്. സോ ഇതൊന്ന് തുറക്കാൻ ഇത്തിരി പാടുണ്ട്, എങ്ങനെയൊക്കെയോ കീറി വരുന്നു. ഇതൊക്കെ മതി. ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരുപാട് ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഫുൾ ആയിട്ടുള്ള വരുന്ന ഈ ഗൗണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ തന്നെ ഡിസൈനാണ്, ഹൈ നെക്കാണ്, ഫുൾ സ്ലീവാണ്, ഫുൾ ലെങ്ത്തുള്ള അങ്ങനത്തെ ഗൗൺ ഉണ്ടല്ലോ. ഇതിന് പല പ്രിന്റും പലതും ഉണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. കുറേ ഡിസൈൻ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റും. ഇപ്രാവശ്യം ഞാൻ ആനിമൽ പ്രിൻ്റാണ് എടുത്തത്. പ്രിൻ്റൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ക്രെപ്പാണ് ഇതിൻ്റെ ക്ലോത്ത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് റയോൺ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുതായിട്ടൊന്ന് നമുക്ക് വിന്ററിലാണ് ഇത് പോവാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സമ്മറാണ് വരാൻ പോകുന്നത്. എനിക്ക് അറിയില്ല അത് എത്രത്തോളം ഓക്കെ ആണെന്നുള്ള. മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ക്രെപ്പ് ഉണ്ടല്ലോ, അതാണ്. പക്ഷെ പോളിസ്റ്റർ അതാണ് മെറ്റീരിയൽ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് മുഴുവൻ വളരെ റേറ്റ് കുറവാണ്, ഒരു 400 താഴെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ് കേട്ടോ. നല്ലതാണ്, ലുക്ക് വൈസ് അടിപൊളിയാണ്. നമുക്ക് ഇടുമ്പോഴുള്ളത് നമ്മൾ വിന്റർ ടൈമിലോ തണുപ്പിലോ പോയിട്ട് ഒരു കുഴപ്പമില്ല, നല്ല സുഖം ഉണ്ടാവും. പക്ഷെ ക്ലോത്ത് റയോൺ അല്ല, അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ ഇട്ടിട്ട് കാണാം. 389 രൂപയാണ് ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വിലയെങ്കിലും ഞാൻ വാങ്ങിച്ചത് അതിനേക്കാൾ വില കുറവിലാണ് കേട്ടോ. ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 382 രൂപയ്ക്കാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന്, അതായത് 400 രൂപയ്ക്ക് താഴെ ഒരു മാൾ ലെവൽ പ്രൊഡക്റ്റാണ്. മാൾ മെറ്റീരിയൽ അവിടെ എഴുതിയിട്ടുണ്ട്, അതായത് നമുക്ക് കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിൽ വളരെ നല്ല യൂസ്ഫുള്ളാണ്, വളരെ നല്ല ഒരു ഭംഗിയും എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ക്രെപ്പെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ചൂടെടുക്കുന്നതല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാവില്ല, അതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു പ്രത്യേകത ഇതിൻ്റെ നെക്കാണ്. അത് നമുക്ക് അഴിച്ചിട്ട് അത് വി ആയിട്ടും കിടക്കും, വേണമെങ്കിൽ നമുക്കത് കെട്ടി വെച്ചാൽ ഫുൾ നല്ല ഹൈ നെക്കായിട്ട് അങ്ങനെയും കവേർഡ് ആയിട്ട് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഇതുപോലെ ഫുൾ ലെങ്ത്തുള്ള ഫുള്ളി കവേർഡ് ആയിട്ടുള്ള, കൈ മാത്രം ഒരു ഫുള്ള് നല്ല അവിടെ അറ്റം വരെ എത്തുന്നില്ല എന്നുള്ളൂ, എന്നാലും ഇത് ഓൾറെഡി കൈയും നല്ലോണം ഉണ്ട്. എല്ലാ രീതിയിലും നമുക്ക് വെയിലത്തൊക്കെ ഇറങ്ങി പോവാം, നമുക്ക് ടാൻ അടിക്കുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അരയിലും ഇതാ ഒരു എലാസ്റ്റിക് ഉണ്ട്, 2 കൈയിൻ്റെ അവിടെയും എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലും നല്ലോണം കുടുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇത് കയ്യിൽ വെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസ് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു മാത്രമല്ല ഉള്ളത്, കുറേ കളേഴ്സ് ഉണ്ട്, കുറേ വേറെ രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനേക്കാൾ ഭംഗിയുണ്ട് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ലെപ്പേഡ് ആനിമൽ പ്രിൻറ്റ് ഇഷ്ടമായത് കൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതൊരു പിങ്ക് ആണ്, അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യൂട്ടായിട്ടുള്ള ഒരു പിങ്ക് ഡിസൈൻ ഫ്ലോറൽ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ആർക്കല്ല ഇഷ്ടമില്ലാത്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനത്തതിനോടാണ് ഇഷ്ടം. ഇതൊക്കെ കണ്ട, അയ്യോ ഇങ്ങനെയാണേ ഇതിൻ്റെ ഫ്രണ്ട്. നെക്ക് അടിപൊളി, നെക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്കാണ്. ഇത് ഫുള്ളല്ല, നമുക്കൊരു മുട്ടിന് താഴെ ഉണ്ടാവുമല്ലോ, ആ ഒരു ലെങ്ത്താണ്. അതായത് ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതും ഒരു റയോൺ അല്ല, പക്ഷെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ക്രിപ്പും അല്ല. ഇത് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. കുഴപ്പമില്ല, ചൂടത്തും ഇത് ഒപ്പിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ഇട്ട് നോക്കാം, ഇട്ടാലേ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പുറകിലും ഒരു ആണ്, നെക്കാണ്, അതുപോലെ ഫ്രണ്ടിലും നെക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ വില 369 രൂപയാണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ 352 രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കൂടിയിട്ടുണ്ട്. പണ്ട് ഈ നെക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നിറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. ഇതിൻ്റെ സ്ലീവ് ആണെങ്കിൽ ഒരു ചിറക് പോലെയാണ് വന്നിരിക്കുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്, കാണാൻ നല്ല രസമുണ്ട്, ഒരു പ്രത്യേക രസമുണ്ട്. ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ പാറുന്നത് കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അരയിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു വീതിയുള്ള രീതിയിലുള്ള എലാസ്റ്റിക്കാണ്, പക്ഷേ മുറുക്കൊന്നുമില്ല, മുറുക്കുള്ള എലാസ്റ്റിക് അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റും. ഈ ഒരു ലെങ്ത്തിലുള്ള, അതായത് നമ്മൾ കാഫിൻ്റെ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് നിലത്ത് മുട്ടുന്ന ലെങ്ത്ത് അല്ല, ഒരു ഉടുപ്പ് പോലെ നമുക്ക് ഇടാൻ പറ്റും. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ, ബീച്ചിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മാളിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റയോൺ ആണോ ക്രെപ്പാണോ എന്നറിയാം, ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു മെറ്റീരിയലാണിത്. എന്തായാലും ഇടാൻ കൊള്ളാം, നല്ല സുഖമുണ്ട് ഇടാൻ വേണ്ടിയിട്ട്, വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതുവരെ കാണിച്ചതിൽ 3 എണ്ണവും നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെയും സെയിം പ്രൈസിന് തന്നെ കുറേ ടൈപ്പ് ഡിസൈനും ഉണ്ട്, കുറേ കളേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഏകദേശം പ്രൈസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ, 400 രൂപയിൽ താഴെയുള്ളൂ. ആ രീതിയിൽ നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ്, സൂപ്പറാണ്. ലാസ്റ്റ് വൺ, ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്, നല്ല പൊന്മാൻ്റെ ബ്ലൂ, കണ്ടോ, നല്ല രസമുള്ളൊരു ബ്ലൂ ആണ്. ഇതും ഒരു ഉടുപ്പാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ തോന്നുന്നു എനിക്ക് വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ 200 സംതിങ് എങ്ങാനും ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. ഉറപ്പില്ല കേട്ടോ, ഒന്നുകൂടി ഒന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, കുറേ ആയി ഓർഡർ ചെയ്തിട്ട്, കുറേ ആയി എൻ്റെ കയ്യിൽ ഓരോന്നോരോന്നായിട്ട് കിട്ടിയിട്ട്. ഇതിൻ്റെ അടിയിലൊക്കെ മൈ ഗോഡ് ഫ്ലെയറൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഇട്ടാൽ നന്നാവുന്നതിന് എനിക്ക് തോന്നുന്നു. നല്ല കളറാണ്, ഇങ്ങനത്തെ കളർ എനിക്ക് കുറേ ഉണ്ട്, എന്നാലും വേണ്ടിയില്ല, എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വില 252 രൂപയും ഞാൻ വാങ്ങുമ്പോൾ വെറും 202 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 200 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല സുഖം, തണുപ്പ് കിട്ടുന്നൊരു തരം മെറ്റീരിയലാണ്, വളരെ തിന്നായിട്ടുള്ള സോഫ്റ്റുള്ള മെറ്റീരിയലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ മുന്നിലുള്ള ഈ ഫ്ലെയർ ഉണ്ടല്ലോ, അത് വെച്ചത്, അതുപോലെ തന്നെ അടിയിലും ഉണ്ട് കേട്ടോ. അതിങ്ങനെ ചുരുക്കായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല രസം, ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ കളർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്, നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ഒന്ന് അടുത്തുള്ള സ്ഥലത്തൊക്കെ പോകണമെങ്കിലോ അങ്ങനെയൊക്കെ ചെറിയ കുഞ്ഞു പാർട്ടിക്കൊക്കെ പോകണമെങ്കിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല രസമുണ്ട്. പിന്നെ ഈ സൈഡ് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഉള്ള പോലത്തെ ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ ലെങ്ത് ആണെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള ലെങ്ത്തും അല്ല, ഒരു ഉടുപ്പ് ടൈപ്പ് തന്നെയാണ്. നേരത്തെ കാണിച്ച പിങ്ക് പോലെ തന്നെ ഒരു ഉടുപ്പ് ടൈപ്പാണ്. ഈ ഡ്രസ്സിനും കൈക്കും അതുപോലെ അരയിലും എലാസ്റ്റിക് ഉണ്ട്. സോ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കൂടുതൽ വലിയ സൈസായി പോയാലും ഈ അരയിൽ എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പിന്നെ ഷേപ്പ് ചെയ്യേണ്ട അത്ര അത്യാവശ്യം വരില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റാണ്, എല്ലാം കൊണ്ടും ഡ്രസ്സ് ഇപ്രാവശ്യം എടുത്തത് എനിക്ക് വളരെ കറക്റ്റാണ്. ഒരു ഹാഫ് സ്ലീവാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.